2014 ജനുവരി 3 ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് നടത്തിയ അവസാന വാർത്താ സമ്മേളനം സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ് ഇന്നത്തെ ദിവസം. മറ്റാരുമല്ല, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു രാജ്യത്ത് അവസാനമായി വാർത്താ സമ്മേളനം നടത്തിയ പ്രധാനമന്ത്രി. Ladies and gentlemen, let me wish you all a very happy new year. Let me say at the outset that I do believe we are set for better times. 100 മാധ്യമ പ്രവർത്തകരുടെ 62 ചോദ്യങ്ങൾക്കാണ് മൻമോഹൻ സിംഗ് അന്ന് ഉത്തരം നൽകിയത്. The next question goes to the honorable representative of the Times Now, Navika Kumar. So I'm Navika Kumar from Times Now, and my question to you is again related to corruption. മൻമോഹൻ സിംഗ് നടത്തിയ അവസാന വാർത്താ സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപദേഷ്ടാവായിരുന്ന പങ്കജ് പച്ചൗരിയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാന വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് 10 വർഷമാകുന്നു. 100 മാധ്യമ പ്രവർത്തകരുടെ 62 എഴുതി തയ്യാറാക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അദ്ദേഹം എക്സിൽ കുറിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മൻമോഹൻ സിംഗ് അവസാനമായി മാധ്യമങ്ങളെ കണ്ടത്. വാർത്താ സമ്മേളനത്തിൽ തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളും പരാജയങ്ങളും അദ്ദേഹം വിവരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ പരാജയങ്ങളും ഉൽപാദന മേഖലയിലെ തൊഴിലില്ലായ്മയും അദ്ദേഹം വിശദീകരിച്ചു. തന്റെ നേതൃത്വം ദുർബലമാണെന്ന വിമർശനങ്ങളോട് സമകാലിക മാധ്യമങ്ങളെക്കാളും പ്രതിപക്ഷത്തെക്കാളും ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്നുവെന്നായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് പ്രതികരിച്ചത്. That you kept going back to a core group or to various other people but refused to act, and that is why we came to a stage where even the Supreme Court asked the Prime Minister's office and even indicted it for various acts of omission and commission. So how do you respond to that politically, and how do you see your legacy because of the failure of you to act in a Well, I honestly believe that history will be kinder to me than the contemporary media or the power. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷക്കാലം, അതായത് 2004 മുതൽ 2014 വരെ 117 തവണ മാധ്യമങ്ങളുമായി സംവദിച്ചിരുന്നതായി കോൺഗ്രസ് എം പി മനീഷ് തിവാരി പങ്കജ് പച്ചൗരിയുടെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പ്രതികരിച്ചു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ നടത്തിയ അവസാന വാർത്താ സമ്മേളനമെന്ന കുറിപ്പോടെ നിരവധി പേരാണ് എക്സിൽ മൻമോഹൻ സിംഗിന്റെ വാർത്താ സമ്മേളനത്തിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്നത്. ഉത്തരവാദിത്തമാണ് ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമെന്ന് മൻമോഹൻ സിംഗിന്റെ ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നാഗേശ്വർ റാവു കുറിച്ചു. അന്ന് നമ്മുടെ സർക്കാർ എത്രത്തോളം ഉത്തരവാദിത്തമുള്ളവരായിരുന്നു, എത്ര ആരോഗ്യപരമായ ജനാധിപത്യമായിരുന്നു, ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ശിരീഷ് ഗോയൽ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ നീളുന്നു ട്വിറ്ററിലെ മൻമോഹൻ സിംഗിനെ പ്രശംസിച്ചും നിലവിലെ ഭരണത്തെ വിമർശിച്ചുമുള്ള പോസ്റ്റുകൾ. Well, I honestly believe that history will be kinder to me than the contemporary media or the power.